നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അന്നേരം അതിനുള്ള കട്ട വെയിറ്റിംഗിൽ ഇരിക്കുക. എന്നുവെച്ചാൽ പാടത്ത് വെള്ളമാണ്. അന്നേരം ഞങ്ങൾ പാടത്തിന്റെ അടിപ്പറയൊക്കെ പിടിപ്പിച്ചു കൊടുക്കും. ഞങ്ങള് പാടം ഇപ്പൊ പറ്റുമെന്നും പറഞ്ഞ് ഞങ്ങൾ നോക്കിയിരിക്കുന്നു. പാടത്തിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. നമ്മളെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഇടുന്നത്. നമ്മളിത് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വല വലിക്കാൻ പോവുക. അന്നേരം മോട്ടർ നടത്തി ഇപ്പോഴാണ് ഒരുമാതിരി വെള്ളം പറ്റിയപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു വല കുത്തിയായിരുന്നു. അന്നേരം അവിടെ നിന്ന് ഞങ്ങൾക്ക് ശകലം വരാല് കിട്ടി. അതായത് മൂന്ന് വരാല് കിട്ടിയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് വലിച്ച് ഇവിടെ കൊണ്ടു നിർത്തും. ഇവിടുന്ന് ഒരു വല വലിച്ച് നിർത്തും. പക്ഷെ വരാലുണ്ട്. നമ്മൾ എന്തും വേണ്ടിയും വരാല് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നേരത്തെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇച്ചിരി വരാല് കിട്ടി. ഈ റൗണ്ട് കൂടി നോക്കിയിട്ട് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ ഇവിടെ അവസാനിപ്പിക്കുക. നമുക്ക് കിട്ടിയ വരാലിനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് അവിടുന്ന് കിട്ടിയ വരാല്. നീ ഇപ്പൊ അവിടുന്ന് പോയി വലിച്ചിട്ട് ഇവിടം വരെ വലിച്ചു കിട്ടുന്ന എന്താണെന്ന് നോക്കാം. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് വലിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് വലിച്ച് മോട്ടറിന്റെ പുറകുവരയില്ല. ഓഹോ, ഇത്രയും പുറന്നോട്ട് ഇറങ്ങി കിടന്നിട്ട് ഒരെണ്ണം ചാടിപ്പോയി മേടിക്കൂടി. ഇവിടെ കുത്തിയാലടാ. ഒരു വരാത് പുറത്തുനിന്നാണ് അകത്തുനിന്നാണ് നിറയ്ക്കുന്നത്. ആ കലയും എടുത്തണം. ഇതുണ്ട്. ഇതല്ല, ചെറുതെന്തെങ്കിലും ഇരുന്നാലും മതി, കയറി ഉടക്കും. നമ്മൾ അങ്ങേ അറ്റം തൊട്ട് വലിച്ചുകൊണ്ട് വന്ന വലയാണ് ഇവിടെ കൊണ്ട് കുത്തിയപ്പം നമുക്കൊരു വരാല് കിട്ടിയായിരുന്നു. നല്ല സൈസ് വരാല്, അതാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ആ മോട്ടറിൻ്റെ അവിടെ നിന്ന് വേണം ഒരു വല വലിച്ചുകൊണ്ട് വരാനായിട്ട്. അവിടുന്ന് വലിച്ചുകൊണ്ട് വന്ന വലയാണ് ഇത്. അത് അവിടുന്ന് വലിച്ചുകൊണ്ട് വരുന്നത് നമ്മളൊരു ട്വിസ്റ്റ് പരിപാടിയിലാണ് വലിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ടാണ് വീഡിയോ നിന്ന് എടുക്കാൻ പറ്റാഞ്ഞത്. ആ കാണുന്ന പോളയുടെ അടിയിൽ കൂടിയാണ് നമ്മൾ ഈ വല വലിച്ചുകൊണ്ട് വന്നത്. വലിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് പൊക്കുകയാണ്. ആ ബാക്കിയുള്ള പോള മൊത്തം വലയ്ക്കകത്താക്കി മീൻ കയറി നിൽക്കാൻ വേണ്ടി. അന്നേരം ആ വലിച്ചുകൊണ്ട് വന്ന വഴിക്ക് ഒരു 2 വരാലും മേളിൽ കൂടി ചാടിപ്പോയി. എന്നാലും പിന്നെയും ബാക്കി നമ്മളിങ്ങനെ വലിച്ച് ചാടിപ്പോയതൊക്കെ പോയി. കിട്ടാനുള്ളതൊക്കെ നമുക്ക് കിട്ടും. അന്നേരം വലിച്ചു കൊണ്ട് നമ്മൾ ഈ ആദ്യം കുത്തിയ വലയുടെ സൈഡിൽ കൊണ്ട് വെച്ചിരിക്കുക 2 വല. രണ്ട് വലയുടെ അടിഭാഗം ഒരേപോലെ കിടക്കുന്നത്. അടിഭാഗം എന്ന് പറയുമ്പം ഞങ്ങളുടെ ഒരു വലയുടെ ഒരു സൈഡ് നമ്മൾ മണിയാണ് പിടിപ്പിച്ചത്. മണി എന്ന് പറഞ്ഞാൽ ഈയ പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ 2 വലയ്ക്കും താഴെ വരുന്ന ഭാഗത്ത് ചെളി കുത്തി വെക്കുന്ന ഭാഗത്ത് നമ്മൾ ഈയം പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പതിഞ്ഞ് വെള്ളത്തിൽ തന്നെ താന്ന് കിടക്കാൻ വേണ്ടി, പൊങ്ങിപ്പോത്തുമില്ല. ഒരു പരുവത്തിന് വെള്ളത്തിൻ്റെ ചെളിക്കകത്താണെങ്കിലും ചവിട്ടി വെച്ചാൽ പെട്ടെന്ന്
അങ്ങ് പൊങ്ങി മാറത്തൊന്നുമില്ല. അതിനാണ് നമ്മൾ ഈയം പിടിപ്പിച്ചിരിക്കുന്നത്. രണ്ട് വലയുടെ ഈ മണിഭാഗം രണ്ടും കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വല കുത്തി വെച്ചിരിക്കുന്നത്. വെച്ചാൽ മീൻ ഇനി അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും നമ്മുടെ വലക്കകത്താണ് നിൽക്കുന്നത്, വേറെ അങ്ങോട്ടും പോകില്ല. പിന്നെ ചാടിപ്പോകണം, ചാടിപ്പോയാലേ നമ്മുടെ കയ്യിൽ നിന്ന് മീൻ മിസ്സാകത്തുള്ളൂ. ചാടിയൊക്കെ നേരത്തെ ഒക്കെ പോയിട്ടുണ്ട്, പിന്നെ പറയാൻ പറ്റാതെ മീനിൻ്റെ കാര്യമാണ്. നിങ്ങൾ അപ്പോൾ ചാടിപ്പോയി. ഇപ്പം വിനീഷ് അവിടെ നിന്നിട്ട് രണ്ട് വലയുടെ മണിഭാഗം അടുപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മണിഭാഗം അടുപ്പിച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് പൊക്കും. നമ്മൾ ഇങ്ങനെ പൊക്കിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് അതിൻ്റെ പുറത്തിടാൻ നേരത്ത് ഇപ്പം ആ വരക്കകത്തുള്ള മീൻ അതിനകത്തുണ്ട്, ഇതിനകത്തുള്ള ഇപ്പറയും കിടക്കും, പോകത്തില്ല. അങ്ങനെ ഇതിപ്പോൾ പകുതി ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ബാക്കി പകുതി കൂടി നമ്മൾ മറിച്ച് വെക്കാനുണ്ട്. ഇവിടുന്ന് അത്രയും കൂടിയുണ്ട് ബാക്കി മറിച്ച്. ഇപ്പം രണ്ട് വല അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വെച്ചിരിക്കുക. ഇനി ഈ വല നമ്മൾ കറക്കി എടുത്ത് ഈ പാടത്തിൻ്റെ വരമ്പായി കാണുന്നത്, ആ കണ്ടം വെള്ളം പറ്റി കിടക്കും, ആ കണ്ടത്തിൻ്റെ സൈഡൊക്കെ. അന്നേരം നമ്മൾ നേരെ ഇത് വലിച്ച് ആ വരമ്പയിലോട്ട് കയറ്റി വെക്കും. ഈ വല വരമ്പയിലോട്ട് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ പോള വാരുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വല വെക്കുന്നത് നമ്മൾ 3 മണി കഴിഞ്ഞ് ഈ വല വെക്കുന്നത്, ഉച്ച കഴിഞ്ഞ്. ഇനി നമ്മൾ ഈ പോളയൊക്കെ വാരാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കും. അതുകൊണ്ട് ഞങ്ങൾ പോള വാരാതെ നേരെ പോളയും മീനും ഉൾപ്പെടെ നമ്മൾ വലിച്ച് നേരെ ഈ പൊക്കത്തോട്ട് വലിച്ച് മറിച്ചിടുക. അന്നേരം മീനെ അന്നേരം പെറുക്കിയെടുത്താൽ മതി. നമ്മുടെ തെളിഞ്ഞ വലയാണ് നമ്മൾ ഇറക്കിയിരുന്നത്. ആ തെളിഞ്ഞ വല കണ്ടത് വിനീഷ് കാരീനെ, ചെറിയ ഇടക്കാരിയുണ്ട്, ആ കാരീനെ ഉരുക്കളയുക. എന്നുവെച്ചാൽ നമ്മുടെ ഈ വലക്കകത്ത് ചെമ്പല്ലിയും കാരിയൊക്കെ കയറി പെട്ടെന്ന് ഉടക്കും. ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുതല്ല, ഇടപ്പരുവത്തില്ല. പക്ഷെ വലിയ ചെമ്പല്ലിയൊക്കെ വലിയ കാര്യമാണ് ഇതിനകത്ത് ഉടക്കത്തില്ല. ഉണ്ട് അതിനകത്ത് ചെമ്പല്ലിയൊക്കെ ഇഷ്ടം പോലെ ഉടക്കി കിടപ്പുണ്ട്. ചെമ്പല്ലി ചെറിയ വരാക്കണ്ണൊക്കെ ഉടക്കി കിടപ്പുണ്ട്, തെളിഞ്ഞ വലയായുണ്ട്. ചിലതൊക്കെ തീരെ ചെറുതെല്ലാം ഇതിനകത്തുകൂടി ഊരിപ്പോവും. നമ്മൾ ചവറെല്ലാം വാരിയിട്ട് ഈ വരാലിനെയൊന്നും പിടിച്ചിടുന്നതൊന്നും കൃത്യമായിട്ട് എടുക്കാൻ പറ്റാതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം പോകൊണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ഒരാൾ നേരെ വീഡിയോ എടുക്കും, ഒരാളാണ് മീനെ പിടിച്ചിടുന്നതൊക്കെ കാണിക്കുന്നത്. ഇത് അങ്ങനൊരു സമയം നമുക്കില്ല. പിന്നെ മീനെ ഇതെല്ലാം എടുത്തു കഴിയുമ്പം ലാസ്റ്റ് മീനെ കാണിച്ചു തരാം. അത്യാവശ്യം വരാലുണ്ട്, നമ്മളാദ്യം ഈ എടുത്ത വലക്കകത്ത് അത്യാവശ്യം വരാലൊക്കെ ഉണ്ട്. നല്ല മുഴുത്ത വരാലും ഉണ്ട്, ഇടത്തരം വരാലും ഉണ്ട്. തീരെ ചെറുതിനൊക്കെ നമ്മൾ കളയുക പറഞ്ഞാൽ നേരെ പാടത്തോട്ട് തന്നെ വിടുന്നത് കേട്ടോ. പാടത്തോട്ട് വിടും. നമ്മൾ അടുത്ത് തോടുണ്ടെങ്കിൽ നമ്മൾ തോടിലോട്ടേ വിടത്തുള്ളൂ. ഇനിയിപ്പോൾ ഈ പാടത്തോട്ട് വിട്ടാൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. ഇനി അടുത്ത ഭാഗം നമ്മൾ വലിച്ചു കയറ്റിയായിരുന്നു, അതിനകത്ത് കൊണ്ടുവരാൽ കിടക്കുന്ന വരാലെല്ലാം നല്ല സൈസ് വരാല കിടക്കുന്നത്. ഈ ചവറൊക്കെ കിടക്കുന്നതുകൊണ്ടാണ്. ഈ ചവർ വെള്ളത്തിൽ നിന്ന് വരാൻ പോയി കഴിഞ്ഞാൽ താമസിക്കുന്നത് വെച്ചാൽ വല അത്രയും വലുതായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിനിടയിൽ നിന്നൊക്കെ പതുക്കെ തള്ളിയേ വാരാനൊക്കത്തുള്ളൂ. ഇതാകുമ്പോൾ ഒന്നും നോക്കണ്ട, നേരെ കണ്ടത്തിലോട്ട് കുടഞ്ഞിടുക. ഇത് ഞങ്ങൾ ചെറിയൊരു ട്വിസ്റ്റ് പരിപാടി ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ എളുപ്പം പരിപാടി മീൻ പിടുത്തം വീട്ടിൽ പോകണമെങ്കിലും ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ ഈ ഞങ്ങൾ ഇപ്പോൾ വെച്ചതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞങ്ങൾ 2-3 കിലോ വരാലേ പ്രതീക്ഷിച്ചുള്ളൂ. ഒരു 3 കിലോ വരാൽ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആകും. ഈ 3-4 ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക. പിന്നെ മീനെന്ന് പറയുന്ന സാധനം കിട്ടുമ്പോഴേ കിട്ടത്തുള്ളൂ. ഈ കിട്ടുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊന്നും നടക്കത്തില്ല. ഇതിനകത്തൊക്കെ വരാലുണ്ട്, വരാലും ഉണ്ട്, ചെമ്പല്ലിയുണ്ട്. ചെമ്പല്ലിയാണ് ആ ചിടച്ച്. നമുക്കിനി ഈ വലയിൽ നന്നായിട്ട് കുടഞ്ഞ് ഈ വലയിൽ നിന്ന് ആ ഈ ഉടക്കി കിടക്കുന്ന ചെമ്പല്ലിയെല്ലാം ഊരിയെടുക്കണം. ചെമ്പല്ലി ഊരിയെടുക്കുകയും വല വൃത്തിയാക്കുകയും ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിനി അടുത്ത വല എടുക്കാനും അടുത്ത പരിപാടി ചെയ്യാനും. ചെമ്പല്ലിയെല്ലാം ഊരിയെടുത്തിട്ട് വേണം. ഇപ്പോൾ കിട്ടിയ മീനാണിത്, അത്രയും വല പൊക്കി കിട്ടിയ മീനാണ്, വരാലാണത്. ഇത് കണ്ട, അത്യാവശ്യം വരാലുണ്ടായിരുന്നു നമുക്ക്. അത്യാവശ്യം എന്നല്ല, നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വരാൽ ഈ വലക്കകത്തുണ്ടായിരുന്നു. ഇനി ഒരു വല കൂടി പൊക്കാനുണ്ട്. അതിനകത്ത് എന്തും വേണ്ടിയും കിട്ടുമെന്നൊന്നും നമുക്കറിയത്തില്ല. ആ വല കൂടി പൊക്കുമ്പോൾ അറിയാം നമുക്ക് എത്ര ശതമാനം മീൻ നമുക്ക് ഈ ഇത്ര നേരം അവിടെ കുത്തിയിരുന്ന് നമ്മൾ നോക്കിയിരുന്ന് എന്ന് വേണേൽ പറയാം. ഒരു പാടത്തിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ കണക്ക്
നോക്കിയിരുന്നാണ് നമ്മൾ ഈ പാടം പറ്റാൻ നോക്കിയിരുന്നിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഈ ബണ്ട് സംരക്ഷണക്കാർ പാടത്തോട്ട് നോക്കിയിരിക്കുന്നതൊക്കെ ഞങ്ങളിരുന്ന്. എന്തായാലും നോക്കാം. നമ്മളിപ്പോൾ മീനെല്ലാം എടുത്ത് തീർന്നിട്ടുണ്ട് കേട്ടോ. അവിടെ മീൻ ആ ഒരു വലയിൽ നിന്ന് എടുത്ത മീനാണ്, വരാലാണത്. വരാലായിരുന്നു ആ വലക്കകത്ത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. നമ്മളെ മറ്റേ വലയിൽ നിന്ന് ഊരി അതിനകത്ത് ഉടക്കി കിടന്ന ചെമ്പല്ലിയെ ഇത്രയും കിട്ടിയത്. എന്താ ഇത്രയും ചെമ്പല്ലി ഉടക്കി കിടപ്പുണ്ടായിരുന്നു. അത് തന്നെയല്ല, ഒരു ചെറിയൊരു മണ്ടത്തിനും പറ്റും. മൈക്ക് ഓണാക്കാൻ മറന്നു. ഇപ്പോഴാ മൈക്ക് ഓണാക്കുന്നത്. ഇത്ര നേരം കാണിച്ച ഇതിനൊന്നും മൈക്കിൽ ഒരു സൗണ്ട് കേട്ടില്ല. അതുകൊണ്ട് ഞാൻ അതെന്തായാലും വീഡിയോ ഇടുമ്പോൾ ഞാൻ അത് റെക്കോർഡാക്കി തന്നെ ഇട്ടോളാം. ഞങ്ങളായിരുന്നു പറഞ്ഞാൽ ഇത് കറക്റ്റ് പറഞ്ഞ ഇതൊരു ട്വിസ്റ്റ് പരിപാടിയിലോ മീൻപിടുത്തം പോയി. എന്തായാലും മൈക്ക് കട്ടായി പോയി, അത് കുഴപ്പമില്ല. എന്തായാലും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് കറക്റ്റ് ആക്കി കയറ്റി വിട്ടോളാം. ഇനിയിപ്പോൾ നോക്കതേ അടുത്ത വല എടുക്കാൻ പോവുക. അതിനകത്ത് എന്താണെന്ന് നോക്കാം. ആ വല കൂടി എടുക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കുളിച്ച് കയറി പോയേക്കുക. 4 മണിയാകാറായി. നമ്മൾ അടുത്ത വല എടുത്തു കേട്ടോ. അടുത്ത വല എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ കുറച്ച് പോള മാത്രമേ കയറ്റിയിട്ടുള്ളൂ. ആ പോള നമുക്ക് കുറച്ച് നേരെ തള്ളിവിടാം. മറ്റേന്ന് പറഞ്ഞാൽ പോള മാത്രമല്ലായിരുന്നു മറ്റേ വലക്കകത്ത്. അതിനകത്ത് പോളയും കറുകലൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ താമസമൊക്കെ കളയാം. ഇതാകുമ്പോൾ നേരെ വല പതുക്കെ പൊങ്ങു ഭാഗം താത്തി പിടിച്ചോണ്ടേ നമുക്കത് നേരെ താത്തി വെള്ളത്തിൻ്റെ മേളിൽ കൂടി തന്നെ ഈ പോള തള്ളി പുറത്തോട്ട് വിടാൻ പറ്റും. അങ്ങനെ വിടുന്ന എളുപ്പ പരിപാടിയാണ് പോളയാണെങ്കിൽ. അല്ലാത്ത കടകലൊക്കെ ആണെങ്കിൽ ഇച്ചിരി കറുകല ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തള്ളിവിടാൻ ഇച്ചിരി പാടാണ്. അത് തന്നെയല്ല, ഇത് തീരെ ചെറിയ പോളയായിരുന്നു. അതുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്. നമ്മൾ പോളയെല്ലാം തള്ളി വിട്ടിട്ട് നമ്മളിതേ ആ വലയും എടുത്ത് ആ വലയും വലിച്ച് നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ആയിരുന്നു വലിച്ച് മൊത്തം നേരെ കരക്കോട്ടിടുമായിരുന്നു വരാല്. പക്ഷേ ഈ വലക്കകത്ത് നമ്മൾ പ്രതീക്ഷിച്ച കണക്ക് വരാലില്ലെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു വലക്കകത്ത് എന്തായാലും നമുക്ക് വരാല് കിട്ടി. പക്ഷെ എല്ലാ വലക്കകത്തും ഇല്ലായിരുന്നു. കിട്ടിയ മീൻ തൊട്ട് നമ്മുടെ കലത്തിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ. അതുകൊണ്ടുള്ള മീനാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. ലാസ്റ്റ് കാണിക്കുമ്പോൾ ആ മീൻ കൂടി ഉണ്ടാകും. നിങ്ങളോർക്കും ഈ കുറച്ച് മീനേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മീൻ എവിടുന്ന് വന്നത്. പിന്നെ ഓരോ പ്രാവശ്യം കിട്ടിയ മീനെയൊക്കെ നമ്മൾ ആ ഒരു കലത്തിൽ തന്നെ ഇട്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുക ചാകാതിരിക്കാൻ വേണ്ടി. ഈ നമ്മളിപ്പോൾ പെറുക്കുന്നതൊക്കെ ഈ ചെമ്പല്ലിയാണ് പെറുക്കുന്നത്. അതിനകത്ത് ഈ വലയിൽ ഉടക്കാത്ത ചെമ്പല്ലി എന്ന് പറയുമ്പം പുറത്തോണം അത് വലിയ ചെമ്പല്ലി ആയിരിക്കും. അതിൻ്റെ ഒരിക്കലും തല ഈ വലക്കണ്ണിക്കകത്തോട്ട് കയറത്തില്ല. അതാണ് വലയിൽ ഉടക്കാത്ത ചെമ്പല്ലിയുടെ പ്രത്യേകത. നമ്മൾ ചത്ത ചെമ്പല്ലിയെല്ലാം ഒരു ചെറിയൊരു കൊല്ലിയുണ്ട്, കൊല്ലിക്കകത്ത് ഇട്ട് വെച്ചിരിക്കുക ചത്തതിനൊക്കെ. ചത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ വലക്കകത്ത് നിന്ന് ഊരിയതും, അതും ജീവനുള്ളതൊക്കെ ഉണ്ട് അതിനകത്ത്. ഊരിയതും ഒരുമാതിരി ചത്തതും ഒക്കെ നമ്മൾ കറിക്കെടുക്കാനുള്ള സാധനമാണത്. അത് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല ചത്തതായതുകൊണ്ട്. നമ്മൾ ജീവനുള്ള സാധനമാണ് ഇതൊക്കെ കൊടുക്കുന്നത്. വരാല്, ചെമ്പല്ലി, കാര്യമെല്ലാം നമ്മൾ ജീവനോടെ കൊടുത്താലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനവും ജീവനുള്ള സാധനത്തിന് തന്നെ. നമുക്ക് ഈ വലയിൽ ഒരു സിലോപ്പി ഉണ്ടായിരുന്നു. ആ സിലോപ്പി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിലോപ്പിയാണ്. പക്ഷേ നമുക്ക് ഈ പാടത്തു നിന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ചെറിയ സിലോപ്പി എന്ന് വേണേൽ പറയാം. അതിൻ്റെ കാര്യമെല്ലാം നമ്മുടെ ഈ വലക്കകത്ത് ഉടക്കിടമുണ്ട്. ഇത് ഉടക്കി കിടന്നാൽ അറിയത്തില്ല ഈ സാധനം. ഇത് നമ്മൾ ചിലപ്പോൾ അറിയാതെ ചെന്ന് വലയെ പിടിക്കും, കൈക്കിട്ട് കൊത്തും കിട്ടും. അത് വേറൊരു സംഭവം. നമുക്ക് എന്തായാലും നോക്കാം ഇനി ബാക്കി എന്ത് മീൻ കിട്ടുന്നുണ്ടെന്ന് നോക്കട്ടെ. കാരിക്കുഞ്ഞ് കിടക്കുന്നുണ്ട്. അത് ഈ വലയിൽ നിന്ന് ഊർന്നു പോകുന്നതാണ് ഈ ചവറിൻ്റെ കൂടെ. ഇതിനകത്തും ഉണ്ട് ഒന്ന് ചെറിയ വരാല കിടക്കുന്നത്. വലിയ വരാൽ ഈ വല കുറവായിരുന്നു, എന്നാലും 1-2 വലിയ വരാലുണ്ട്. പിന്നെ ഇത് കണ്ട ചെറിയ വാകയൊക്കെ ആയിരുന്നു. നിങ്ങൾ ഈ വലയിൽ കയറി കടിച്ച് ചത്തുപോയതാണ്. നമ്മൾ തെളിവല ഇറക്കിയോണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നമ്മൾ ചെറിയ പറ്റുവല ഇറക്കുന്നതെങ്കിൽ അതിനകത്ത് ഈ ചെറിയ കാരിക്കുഞ്ഞുങ്ങളെല്ലാം കയറി ഉടക്കി ചത്തുപോകും. അത് ഇതിൻ്റെ ഇരട്ടി കാണുമായിരിക്കും. നല്ല ചെമ്പല്ലിയാണ് കൊണ്ടാ, ഉടക്കാത്ത ചെമ്പല്ലിയൊക്കെ നല്ല ചെമ്പല്ലിയാണ്. വാക്കുഞ്ഞുങ്ങളാണ് കൂടുതലും. ഇത് ഈ വാകയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ പെട്ടെന്ന് കയറി ഇത് കടിക്കുമെന്ന് പറഞ്ഞാൽ കടിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ അത് വിടത്തില്ല.
അത് മറ്റേ ലോക്ക് കണക്ക് പിന്നെ അവിടെ കടിച്ച് അവിടെ കറങ്ങി അവിടെ കിടന്ന് ചത്തുപോകും. നമുക്ക് പുറകിൽ നിന്ന് ഇപ്പം എടുത്ത വലയിൽ നിന്ന് കിട്ടിയ മീനാണ്. വലുതായിട്ട് വലിയ മീൻ വലുതായിട്ടൊന്നുമില്ല, കുറച്ച് മീനേ കിട്ടിയുള്ളൂ. വേണ്ട 2-3 വരാൽ, 3 വരാലാണെന്ന് തോന്നുന്നു നമുക്ക് കിട്ടിയത്. 3 വരാലാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ലാസ്റ്റ് നമ്മളിപ്പോൾ വെച്ച വലയ്ക്ക് കിട്ടിയ മീനാണ് ഈ 2 കലത്തിൽ കാണുന്നത്. ഇത് നമുക്ക് പുറകിലേക്ക് കിട്ടിയത്. ഇതുണ്ടോ, ഇതാണ് നമുക്ക് കിട്ടിയത്. പുറകോട്ടം കണ്ടും ചിലക്കുന്നല്ലോടാ. കണ്ടോ, നമുക്ക് കിട്ടിയ മീനാണ് ഇത്. ഇപ്പം കിട്ടിയ മീനാണ്. അപ്പം ഞങ്ങളുടെ ഈ മീൻപിടുത്തം, ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ നിർത്തുക. ഇനി ഇതിനൊരു നല്ലൊരു മീൻപിടുത്തമായിട്ട്, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വരാൽ നല്ല കുഴപ്പമില്ലാത്തല്ല, നല്ല സൈസ് വരാല. നമ്മൾ 3 കിലോ പ്രതീക്ഷിച്ചുള്ളൂ. ഞാൻ കാണിച്ചു തരാം കാലത്തിൽ എന്തും വേണ്ടിയും വരുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ എത്ര ദിവസത്തെ അല്ലേ ഈ ഒരു പാടം പ്രതീക്ഷ. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. സമ്മതിക്കത്തില്ല, അവൻ ഇച്ചിരി ഊരുള്ളവനാണ്. ഒരു സിലോപ്പിയാണല്ലോ കിട്ടിയത്, മതിയല്ലോ. ഇത് കണ്ട നമുക്ക് കിട്ടിയ വരാല ഒരു 10 കിലോയ്ക്ക് മേളുണ്ട്. ഇത് 10 കിലോയ്ക്ക് മേളുണ്ട്, ഓർ കൺഫേമാണ്. ഞങ്ങളുടെ ഈ കാലത്തിൽ ഒരു 10-25 കിലോ അടുത്ത് മീൻ കൊള്ളുന്ന കാലമാണ്. ഇതിനകത്ത് 10 കിലോയ്ക്ക് മേളുണ്ട്.